ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് നാളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ. എൻ്റെയും മക്കളുടെയും ഒക്കെ നല്ല ഡ്രൈ സ്കിന്നാണ് കേട്ടോ. മക്കളായാലും ഡ്രൈ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസും ഉണ്ട്. ഫേസ് ഓവറായിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് മോയ്സ്ചറൈസർ ക്രീമും ഇട്ട് ഇത് ക്ലിയർ ആക്കും. മഞ്ഞുകാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കൈകാലുകളൊക്കെ ഇങ്ങനെ ആവുന്നത്. സ്കിന്ന് ഡോക്ടറിനെ കാണിച്ചിട്ട് പലതരം ക്രീമുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ആവും. മക്കൾ വലുതായത് കൊണ്ട് തന്നെ രാവിലെ സ്കൂളും മദ്രസും ആ തിരക്കിലൊക്കെ പെട്ട് നമുക്ക് ആ ടൈമിനൊക്കെ അവർക്കൊരു എണ്ണ അങ്ങനത്തെ ഒന്നും തേച്ച് കൊടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. രാവിലത്തെ ആ തിരക്കിൽ എനിക്ക് എണ്ണ തേച്ച് കൊടുക്കാനും പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇവരുടെ കാലുകൾ നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്ക് 2 ദിവസം നമ്മൾ എണ്ണ തേച്ച് ക്ലിയർ ആക്കിയാൽ മൂന്നാമത്തെ ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 4ാമത്തെ ദിവസം ഇതുപോലെ തന്നെയാവും കാല്. നമ്മൾ എത്ര എണ്ണ തേച്ച് എത്ര ക്രീം തേച്ചാലും ക്രീമോ എണ്ണൻ്റെ ഉപയോഗമോ നിർത്തിയാൽ ഇതുപോലെയാകും. 2 ദിവസം ഞാൻ ശ്രദ്ധിക്കാറുണ്ടപ്പോൾ കാലിൻ്റെ അവസ്ഥയാണത്. ഞാനീ പറയുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ കേട്ടോ ഇത്ര സത്യമാണെന്ന് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ കാല് കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. കൈകാലുകൾ നല്ല ഡ്രൈ ആകുന്ന സമയത്ത് കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് ഒലീവ് ഓയിൽ ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ഒരു നാരങ്ങയുടെ മുറി അതിൻ്റെ നീര് ഈ എണ്ണയിലേക്ക് പിഴിഞ്ഞ് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സ് നല്ലതുപോലെ കാലിൽ തേക്കുമ്പോൾ കാലിൽ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചെറിയ രീതിയിൽ ചൊറിച്ചിലും നീറ്റലും ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം കാലിൽ വെച്ചതിന് ശേഷം കുളിച്ചാൽ മതി. ഇതുപോലുള്ള ഹോം റെമഡീസൊക്കെ ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും. ഞങ്ങൾക്ക് ഇത് നല്ലതുപോലെ വർക്കായിട്ടുണ്ട്. ഏതൊരു കാര്യവും 2 ദിവസം കഴിഞ്ഞ് നിർത്തിയാൽ പഴയതുപോലെ തന്നെ ആവും. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് പിന്നെയും നല്ല രീതിയിൽ ഡ്രൈ ആയി വരുന്നത്. ഇത് നിർത്തിക്കഴിഞ്ഞാൽ സ്കിന്ന് വീണ്ടും പഴയതുപോലെ തന്നെ ആവും. ഈ ഒരു ഡ്രൈനെസ് കൈയിനേക്കാളും കൂടുതലും എഫക്റ്റ് ചെയ്തിട്ടുള്ളത് കാലിന് തന്നെയാണ് കേട്ടോ. നമ്മൾ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളെ കാലുകളൊക്കെ എടുത്ത് കാണിക്കൂലേ. നമ്മൾ നിസ്സാരമായി കരുതുന്ന 2 സാധനങ്ങളാണ് ഗ്ലിസറിനും റോസ് വാട്ടറും. ഇത് രണ്ടും തുച്ഛമായ വിലയിൽ തന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതുപോലെയുള്ള ബോട്ടിലാണ് ഗ്ലിസറിനും റോസ് വാട്ടറും. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാനുള്ള സ്പ്രേ ബോട്ടിലാണ് വേണ്ടത്. ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ്, തീരാനായിട്ടുണ്ട്. റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിനാണ് സ്പ്രേ ബോട്ടിൽ എടുക്കുന്നത്. എത്ര വലിപ്പത്തിലുള്ള സ്പ്രേ ബോട്ടിലാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ഗ്ലിസറിൻ ഒഴിച്ച് കൊടുത്ത് ബാക്കി പകുതി റോസ് വാട്ടറും ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. എപ്പോഴൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും അത് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് എടുക്കണം. ഈ ഒരു മിക്സ് കാലിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. രാവിലെ യൂസ് ചെയ്താൽ വൈകുന്നേരം വരെ ആ ഒരു ലോക്കിങ് കാലിലുണ്ടാവും കേട്ടോ. അത്രയ്ക്ക് ലൈവ് റിസൾട്ടാണ്. സ്ഥിരമായിട്ട് 10 ദിവസം ഉപയോഗിച്ചാൽ തന്നെ കാലിൽ നല്ല മാറ്റം വരും കേട്ടോ. സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. ഈ കാലുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലെ മാറ്റം കാണാത്തത്. സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നല്ല മാറ്റം വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.